കൂടി നമ്മളെല്ലാവരും ഈ അനന്തപുരി കൺവെൻഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ വലിയ ആത്മീയ അനുഭവത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഡൊമിനിക് അച്ഛനെയും അച്ഛനോടൊപ്പമായിരിക്കുന്ന ടീം അംഗങ്ങളെയും എല്ലാം ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിലൂടെ നമ്മുടെ സഭയ്ക്ക് ലഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് കർത്താവിന് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും വചനം ശ്രവിക്കാനുള്ള വലിയ ദാഹത്തോടുകൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ആത്യന്തികമായിട്ട് ദൈവത്തിൻ്റെ വചനം വലിയ സ്നേഹത്തിൻ്റെ പ്രഘോഷണമാണ്. ദൈവം നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മളേറ്റവും കൂടുതൽ പാടുന്നതും പ്രസംഗിക്കുന്നതുമെല്ലാം ദൈവം സ്നേഹമാകുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം എന്നൊക്കെ നമ്മൾ പാടും. പക്ഷെ നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അത്ര നിശ്ചയം പോരാ. കാരണം നമ്മുടെ എല്ലാ സ്നേഹത്തിനും അതിരുകളുണ്ട്. ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉണ്ട്. അതാണ് നമ്മുടെ ഒരു സ്നേഹം. അതുകൊണ്ട് തന്നെ അതിരുകളില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് അത്ര എളുപ്പമല്ല മാനുഷിക ബുദ്ധിക്ക്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ കൃപകൾ മനസ്സിൽ നിറയുമ്പോൾ ഈ സ്നേഹാനുഭവത്തിലേക്ക് അവിടുന്ന് നമ്മളെ കൈപിടിച്ച് നടത്തും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഈ സ്നേഹാനുഭവത്തിൻ്റെ കുറവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാവരും അങ്ങ് സ്നേഹം പ്രതീക്ഷിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം നമ്മളെ സ്നേഹിക്കണം. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ആൾക്കാർ നമ്മളെ പരിഗണിക്കണം. അവർ നമ്മളെ കുറച്ചും കൂടെ സ്നേഹിക്കണം, കുറച്ചും കൂടെ നമ്മളോട് ക്ഷമിക്കണം. പക്ഷേ ഈ സ്നേഹമെന്ന് പറയുന്നത് നാളെ എപ്പോഴൊക്കെയോ എനിക്ക് കിട്ടാനുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ ഇന്ന് ലഭിക്കുന്ന സ്നേഹം തിരിച്ചറിയാതെ പോകുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് മാത്രം ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. നമ്മളെ ദൈവം ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ സൗഖ്യവും പ്രിയപ്പെട്ടവരെ, നമ്മളെ പൊതിഞ്ഞു നിന്ന് സ്നേഹിക്കുന്ന ഈ ദൈവത്തിൻ്റെ കരങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകുമ്പോൾ നാളെ എപ്പോഴോ നടക്കേണ്ട ഒരു കാര്യം. പക്ഷേ അതിനേക്കാളേറെ ഇന്നുവരെ ഞാൻ നടന്ന വഴികളിൽ എൻ്റെ ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൈവാനുഭവം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ദൈവമേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിട്ടും നീ എന്നെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചല്ലോ. ആ ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്ന ഒരു സുരക്ഷിതത്വം, അത് നമ്മളെ ഒത്തിരി ശാന്തമാക്കും. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒത്തിരി ശാന്തമാക്കും. നമ്മുടെ ഉള്ളിൽ ഒത്തിരി സന്തോഷം നിറയ്ക്കും. കാരണം സ്നേഹിക്കപ്പെടുന്നവരാണ് നമ്മൾ എന്നുള്ളൊരു ചിന്ത. നമുക്കൊക്കെ കാണും, വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആവശ്യത്തിന് പരിഗണന എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് വിലയില്ല. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ജീവിക്കുന്നു, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വില കൊടുക്കാതെ ജീവിക്കുകയാണ്. ഭാര്യയുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? എനിക്കൊരു വിലയില്ല. കെട്ടിയവൻ കള്ളു കുടിക്കുന്നു പറയുമ്പം ഭാര്യയുടെ ഏറ്റവും വലിയ ദുഃഖം അയാൾ കള്ളു കുടിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാതെ അന്വേഷിക്കാതെ ഞങ്ങൾക്കൊന്നും ഒരു വിലയും തരാതെ ജീവിക്കുകയാണ്. അല്ലെങ്കിൽ ഭാര്യ വേണ്ടത്ര വില തരുന്നില്ല എന്ന് ഭർത്താവിന് ആകപ്പാടെ സങ്കടമാണ്. അപ്പോൾ ഈ സ്നേഹം കിട്ടാത്ത അനുഭവത്തിൽ വളരുന്നത് കൊണ്ട് ഒത്തിരിയേറെ അസ്വസ്ഥതകളും ആശങ്കകളും നമ്മളിൽ നിറയും. പക്ഷേ കർത്താവ് സുവിശേഷങ്ങളിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, നീ സ്നേഹിക്കപ്പെടുന്നവനാണ്. നിന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ച് നിന്റെ പാപങ്ങളൊക്കെ ഏറ്റെടുത്ത് കാൽവരിയിൽ മരിച്ചത്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി. 2018 ഈ മെയ് മാസം ജീവിക്കുന്ന എന്നെ രക്ഷിക്കാൻ വേണ്ടി 2018 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് മനുഷ്യനായി അവതരിച്ച് എൻ്റെ പാപങ്ങൾ കൂടിയും ഏറ്റെടുത്ത് യാഗമായി മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ, ദൈവമേ, എൻ്റെ ബുദ്ധിക്ക് നിന്റെ ആ സ്നേഹം മനസ്സിലാക്കാൻ ആവുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ സ്നേഹിക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യം തരണമേ എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹങ്ങൾ,
സ്നേഹത്തിന് വേണ്ടി കേണ് ജീവിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം കിട്ടും. ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം തിരിച്ചറിയുകയും ചെയ്യും. നമ്മുടെയൊക്കെ ചെറുപ്പക്കാർ പിള്ളേര് എന്തു സ്നേഹിച്ചാ നമ്മൾ വളർത്തുന്നത്. എന്നിട്ടും അവര് ഈ സ്നേഹമൊക്കെ തേടി വേണ്ടാത്ത ബന്ധങ്ങളിലൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ അവരെ സ്നേഹിച്ചത് വല്ലതും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആവോ. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീട് സന്ദർശിച്ചപ്പോൾ ഒരു സഹോദരി, കല്യാണമൊക്കെ കഴിച്ച് 2 വർഷമായൊരു സഹോദരി, അവൾ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, അനങ്ങാതെ കിടന്നോണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചോദിച്ചു എത്ര നാളാ? 3 മാസം അനങ്ങാതെ കിടന്നോണം. അങ്ങനെ അനങ്ങാതെ കിടക്കുക. അപ്പം ഞാൻ ഓർത്ത്, കർത്താവേ, ഈ ഉണ്ടാകാൻ പോകുന്ന കൊച്ച് ഇത് വല്ല ഓർക്കുവോ? 3 മാസം അനങ്ങാതെ കിടന്നാണ് ഈ അമ്മ കുഞ്ഞിനെ ജനിപ്പിച്ചതെന്ന് ഇത് വളർന്ന് വലുതാകുമ്പോൾ ഓർക്കുവാവോ? അത് മറ്റു കാര്യങ്ങൾക്കും മറ്റു വ്യക്തികളുടെ സ്നേഹത്തിൻ്റെയൊക്കെ പിന്നാലെ പോകുമ്പോൾ ഈ ലഭിച്ച സ്നേഹം തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിക്കുമോ? ചേർത്ത് പിടിച്ച് മാതാപിതാക്കൾ സ്നേഹിച്ചതൊക്കെ അവർക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ? പലപ്പോഴും നമ്മൾ ഈ കിട്ടിയ സ്നേഹവും കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹവും തിരിച്ചറിയുന്നില്ല. ദൈവം നമ്മളെ ഇത്ര നാളും വഴി നടത്തിയ ഒരു അനുഭവം, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ എന്തോ ഒരു വലിയ സ്നേഹാനുഭവമാണ്. ദൈവമേ, ജീവിതത്തിൽ പ്രതികൂലമായ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് നീ എന്നെ കരങ്ങളിൽ ചേർത്ത് പിടിച്ചല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് വരുമ്പോൾ തന്നെ അതെൻ്റെ ഉള്ളിലെ ഒരു ഒരു വലിയ സൗഖ്യത്തിൻ്റെ അനുഭവമായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഈ സ്നേഹിക്കാൻ അറിയാവുന്നവർ വളരെ കുറവാണ്. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാവുന്നവർ, കേട്ടോ, സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. നിങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം കണ്ണാടി പോയി നോക്കണം. എന്തിനാ? നിങ്ങളുടെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുവാവോ? സ്നേഹമോ വാത്സല്യമോ? നിങ്ങളുടെ വർത്തമാനം കേട്ടാൽ ആർക്കെങ്കിലും ഈ സ്നേഹിക്കുന്നു എന്നൊക്കെ തോന്നുമോ? ഈ പിള്ളേരോടൊക്കെ എന്തെല്ലാമായി പറയുന്നത്? അതുങ്ങൾക്ക് ഒരു ആശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വർത്തമാനം ആണെന്ന് അവർക്കൊരു തോന്നലുണ്ടാവുമോ? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ജീവിക്കാന്നുകൊണ്ട് എത്ര വർഷമായി? ഒരു സ്നേഹവർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ടോ ആവോ? ഇന്ന് വൈകുന്നേരം പോയിരുന്ന് കുത്തിയിരുന്ന് ആലോചിക്കണം. എന്നിട്ട് അവിടെ തുടങ്ങണം. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്. ചിലർ ഈ വഴക്ക് പിടിച്ചുകൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതങ്ങനെയുണ്ട് കുറേ പേർ. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനൊരു പള്ളിയിലിരിക്കുമ്പം ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ട് ഓർക്കുന്നു. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, കുറേ നാളുകളായി. അവന് എൻജിനീയറോ മറ്റോ ആണ്, ജോലിയാണ്. അപ്പോൾ അവനെ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, നിന്നെ ഇപ്പോൾ പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ, അത് ജോലിയാ അച്ഛാ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ അന്ന് ഞാൻ അസിസ്റ്റൻ്റ് വികാരിയാണ്, കൊച്ചച്ഛൻ ഈ വല്യമ്മച്ചിമാരുടെയൊക്കെ വലിയ സുഹൃത്താണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പറഞ്ഞു, അതെ, എന്നാ വേണം? അല്ല, എൻ്റെ അമ്മച്ചിയെ ഒന്ന് മാനസാന്തരപ്പെടുത്താമോ എന്നുള്ളതാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ അമ്മച്ചിക്ക് കുഴപ്പം? നിനക്ക് കുഴപ്പമുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? അത് പറ. അവിടെ പറഞ്ഞു, എൻ്റെ അച്ഛ, അമ്മച്ചിയെ കൊണ്ട് ഒരു വലിയൊരു രക്ഷയില്ല. കാരണം മക്കളെല്ലാം, കുറേ മക്കളുണ്ട് അമ്മച്ചിക്ക്, മക്കളെല്ലാം അമ്മച്ചിയോടുള്ള ആദരവും ഭയവും പ്രമാണിച്ച് വീട്ടിൽ നിന്ന് മിനിമം 50 കിലോമീറ്റർ അകലെയാണ് വീട് വെച്ച് താമസിക്കുന്നത്. ബസ് കയറിയാലൊന്നും ഉടനെ എങ്ങും അങ്ങ് എത്തരുത്. എന്നാൽ വലിയ സ്നേഹമായതുകൊണ്ട് കൃത്യ ദിവസങ്ങളിൽ 10 മണിക്ക് വരികയും 4 മണിയാകുമ്പോൾ എല്ലാവരും സ്ഥലം കാലിയാക്കുകയും ചെയ്യും. അത്ര വിശേഷപ്പെട്ട അമ്മച്ചിയാണ്. അപ്പനൊക്കെ നേരത്തെ മരിച്ചുപോയി. അമ്മ തന്നെയാണ് കഷ്ടപ്പെട്ട് ഈ മക്കളെല്ലാം വളർത്തിക്കൊണ്ട് വന്നത്. പക്ഷേ അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം വഴക്ക്, ബഹളം, പിച്ച്, അടി, മാന്ത്, ഇതൊക്കെ എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് അമ്മച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എന്താ പ്രശ്നം? എന്താ അത്? ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കല്യാണം കഴിച്ചു. അപ്പോൾ അവൻ കല്യാണം കഴിച്ചത്, അവൻ എൻജിനീയറാണ്, എൻജിനീയറെ തന്നെയാണ് കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അമ്മച്ചിക്കാണെങ്കിൽ അമ്മച്ചിയുടെ വിദ്യാഭ്യാസം സർക്കാർ രേഖകളിലില്ല. അപ്പോൾ അമ്മച്ചി കുറച്ച് നാൾ ഈ പുതിയ പെണ്ണിനെ ഒന്ന് പരീക്ഷിച്ചു, എങ്ങനെയുണ്ട്? എന്നിട്ട് പറഞ്ഞു, പറ്റുകയില്ല, ഇവിടെ പറ്റുകയില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതാണ് അമ്മച്ചിമാർക്ക് കൽപ്പന മാത്രമേ ഉള്ളൂ. ഇവളെ കൊണ്ട് ഇറങ്ങിക്കോ, നീ വേണേൽ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പം സഹോദരങ്ങളെല്ലാം കൂടെ ഇടപെട്ടു. അയലോക്കത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണ്. എന്തിനാ? അമ്മയെ വന്ന് അന്വേഷിക്കണം, രാവിലെയും വൈകുന്നേരമൊക്കെ അമ്മയെ വന്ന് അന്വേഷിക്കണം, എന്നാൽ വഴക്കില്ലാതെ ജീവിക്കാം. ഇത്രയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇത് നമ്മുടെ ഇടവകയെ സംഭവിച്ചിട്ട് ഞാനിത് അറിഞ്ഞില്ലല്ലോ, ഭയങ്കര കഷ്ടമായിരിക്കുന്നു. കാരണം സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരു മകൻ അങ്ങ് മാറി ഈ ജീവിക്കുക. അപ്പം ഞാനോർത്ത് ഈ അമ്മച്ചിയെ ഒന്ന് മാനസാന്തരപ്പെടുത്താമെന്ന് വിചാരിച്ച് ഒരു ദിവസം അമ്മച്ചിയുടെ വീട്ടിൽ പോയി. ചെന്നപാടെ എന്നെ കണ്ടപ്പോഴേ ഗേറ്റൊക്കെ തുറന്ന്
സ്വീകരിച്ചിട്ട് ആപാത ചൂട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല തടിയൊക്കെയാ കൊച്ചച്ഛന്, എന്നിട്ടൊരു 5-6 ഇടിയൊക്കെ തന്നു കൈക്കിട്ട്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനോർത്ത്, കർത്താവേ, ഇങ്ങനെയാണെങ്കിൽ എന്നോട് ഇതിങ്ങനെയാണെങ്കിൽ മക്കളോടൊക്കെ എന്നതായിരിക്കും? ഇപ്പം മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അടി, കടി, പിച്ച് ഇതൊക്കെയുണ്ട്, അമ്മച്ചിക്ക് ദേഷ്യം വന്ന അച്ഛനായതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നിൽക്കണം. ഏതായാലും എന്നോട് 2-3 ഇടിയൊക്കെ തന്ന് നിർത്തി. അത് കഴിഞ്ഞ് ആ പള്ളിയിലിരുന്ന സർവ്വ വികാരിച്ചന്മാരെയും നല്ല കുറ്റമാണ് പറയുന്നത്. അങ്ങേരെ ശരിയല്ല. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആ പള്ളിയിലിരുന്ന സർവ്വ അച്ഛന്മാരെയും കുറ്റം അമ്മച്ചി. ഞാനതെല്ലാം കേട്ടിരുന്നു. അതെല്ലാം കഴിഞ്ഞ് എന്നെ അടിച്ചും ഇടിച്ചും കുത്തിയും എല്ലാം വീടിനകത്ത് കയറ്റി ഇരുത്തിയിട്ട് നല്ല ഭക്ഷണം, നല്ല കിഴക്കൻ കപ്പയും കോഴിക്കറിയും, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പാവപ്പെട്ട അമ്മച്ചിക്ക് സ്നേഹിക്കാൻ അറിയാവുന്നത് എങ്ങനെയാ? ആദ്യം ശാരീരിക ഉപദ്രവം, പിന്നെ മാനസിക ഉപദ്രവം, പിന്നെ നല്ല ഭക്ഷണം. എനിക്കതിൻ്റെ ഓർഡർ കൃത്യം മനസ്സിലായതുകൊണ്ട് ഞാൻ വികാരിച്ചനറിയാതെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ പോവുകയും ആദ്യത്തെ 2 ഘട്ടങ്ങളിൽ സഹിച്ചു നിൽക്കുകയും 3-ാമത്തെ ഘട്ടത്തിൽ മഹത്വം പ്രാപിക്കുകയും ചെയ്യുമായിരുന്നു. അവസാനം ഇവൻ എന്നോട് പിണങ്ങി. അച്ഛനെ കൊണ്ടൊക്കെ ഇപ്പം വാദി പ്രതിയായി. അച്ഛനെയൊക്കെ വിട്ടത് അനുരഞ്ജിപ്പിക്കാനാണ്. ഇപ്പം ഞാൻ ഇപ്പോഴും പുറത്താ. ഞാൻ സത്യം പറഞ്ഞാൽ അമ്മച്ചിയോട് ചോദിക്കായ്മയൊന്നുമില്ല. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി എന്നതായി കാണിക്കുന്നത്? ഈ പിള്ളേരെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ? ഉടനെ അമ്മച്ചി വീണ്ടും എന്നോട് ഒരു പോരിനിറങ്ങിയിരിക്കുകയാണ്. അമ്മച്ചിനോട് ചോദിച്ചു, അച്ഛാ, ഞാൻ വഴക്കാളിയാണെന്ന് അച്ഛനോട് ഈ ഇടവക്കാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ ആരാ പറഞ്ഞത്? അമ്മച്ചിയുടെ മക്കൾ. അന്ന് അവന്മാരോട് പറഞ്ഞേര്, ഞാൻ ഇനിയും വഴക്ക് പിടിക്കുമെന്ന്. അവന്മാരൊക്കെ എൻ്റെ മക്കളാച്ചാ. ഈ പാവപ്പെട്ട അമ്മച്ചിക്ക് സ്നേഹിക്കാൻ അറിയാവുന്ന വഴികൾ ആണ് വഴക്ക്. അതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ ചെന്നിട്ടുണ്ട്, ഈ വഴക്ക് പിടിക്കുന്നവർക്കെല്ലാം നിങ്ങളോട് വിരോധമാണെന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. സ്നേഹം പ്രകടിപ്പിക്കുന്ന വഴികളായിരിക്കും അതെല്ലാം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ആശ്വാസമാണ് നമുക്ക്. അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ചിലരൊന്നും മിണ്ടത്തില്ല, ബുദ്ധിജീവി സ്റ്റൈലാണ്. ചിലരുടെ വീട്ടിലോട്ട് കയറിയ അവാർഡ് പടം പോലെയാ. അതെന്നാ ഒന്നുമില്ല, വളരെ ചുരുക്കം വർത്തമാനം. ഭാര്യയാണെങ്കിൽ വായാടിയുടെ അങ്ങേയറ്റം, ഭർത്താവാണെങ്കിൽ ബുദ്ധിജീവി, ഇങ്ങനെ മൂത്തിരിക്കുന്ന ഒരു പരുവം, ഒന്നും മിണ്ടത്തില്ല. ഇതുങ്ങളെയൊക്കെയാണ് കർത്താവ് ഒന്നിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക്, ഞാൻ പറയും, കൂടെയുള്ളവർ സ്നേഹിക്കുന്ന രീതികൾ മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ തന്നെ എന്തോ ഒരു ആശ്വാസമാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഈ സ്നേഹിക്കുന്ന വഴികൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാ? കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ച് അവിടുന്ന് നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ഏറ്റവും പരമമായ ഒരു സ്നേഹത്തിൻ്റെ അനുഭവമാണ്. നമ്മൾ പറയുന്ന ആ സ്നേഹം നമുക്ക് പോരെന്ന, നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ നടത്തി തന്നാലേ സ്നേഹമുള്ളെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ കർത്താവ് അവിടുത്തെ പരമമായ സ്നേഹം നമ്മളോട് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. സ്നേഹിക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ ജീവിതത്തിൽ സാധിക്കുമെങ്കിൽ അതല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സൗഖ്യവും അനുഗ്രഹവും. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ഈ സ്നേഹാനുഭവത്തിൻ്റെ സൗഖ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ശക്തമായിട്ട് പ്രഘോഷിക്കപ്പെടുന്ന വേദിയാണിത്. അത്ഭുതങ്ങളുടെ സൗഖ്യത്തിൻ്റെ വേദിയാണിത്. ഇത് സ്നേഹത്തിൻ്റെ നിറവാർന്ന ഒരു വചനവേദിയാണ്. നിങ്ങൾ കൂടുതൽ സ്നേഹിക്കാൻ പഠിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.